സ്പാനിഷ് ഇതിഹാസ താരം സാവി ഹെർണാണ്ടസിനെ പരിശീലകനാക്കാനുള്ള അവസരം കളഞ്ഞ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ഇന്ത്യൻ പരിശീലകനാകാൻ സാവിയും അപേക്ഷ സമർപ്പിച്ചിരുന്നുവെന്ന് AIFF സ്ഥിരീകരിച്ചു. എന്നാൽ പ്രതിഫലം കൂടുതലാകുമെന്ന കാരണത്താൽ പരിഗണിച്ചില്ല എന്നാണ് വിശദീകരണം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും രുജീഷ് വി രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വാതി, ലോകകപ്പ് യോഗ്യത അവസാനിച്ച് ഏഷ്യൻ കപ്പ് യോഗ്യതയ്ക്കായി കിണഞ്ഞ് ശ്രമിക്കുമ്പോഴും തുടർ തോൽവികൾ നേരിട്ടതോടെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പരിശീലകൻ മനോലോ മാർക്കസിനെ മാറ്റി പുതിയ പരിശീലകനെ നിയമിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 170 അപേക്ഷകളാണ് ഇന്ത്യൻ ഫെഡറേഷന് ലഭിച്ചത്. പക്ഷേ അതിൽ സാവി ഹെർണാണ്ടസിന്റെ പേരുണ്ടായിരുന്നെങ്കിലും അത് അവഗണിക്കുകയായിരുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്തത്. കാരണം ഉയർന്ന പ്രതിഫലം നൽകേണ്ടി വരും എന്ന കാരണത്താലാണ് സാവി ഹെർണാണ്ടസിനെ പരിശീലകനാക്കാനുള്ള നിർണായകമായ തീരുമാനമെടുക്കാതെ ആ അവസരം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കളഞ്ഞു കുളിച്ചത്. സാവി ഹെർണാണ്ടസ് ആകട്ടെ ബാഴ്സലോണയുടെയും സ്പെയിനിന്റെയും താരം എന്ന നിലയിലും ബാഴ്സലോണയുടെ പരിശീലകൻ എന്ന നിലയിലും മികച്ച റെക്കോർഡുള്ള ഒരു താരം കൂടിയാണ്. പ്രത്യേകിച്ച് സ്പെയിനിന് വേണ്ടി 2 യൂറോ കപ്പുകളും ലോകകപ്പും നേടിയ താരം, ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടാവുന്ന കിരീടങ്ങളെല്ലാം നേടിയ ഒരു താരം, വലിയ അനുഭവ സമ്പത്തുള്ള ഒരു താരം എന്നത് മാത്രമല്ല ബാഴ്സലോണയുടെ ഏറ്റവും പ്രതിസന്ധി കാലത്ത് അവരുടെ പുതിയ ടീമിനെ ഒരുക്കിയെടുത്ത ഒരു പരിശീലകൻ കൂടിയാണ് സാവി ഹെർണാണ്ടസ്. അതോടൊപ്പം ഏഷ്യയിലാകട്ടെ ഖത്തർ ടീമായ അൽസാദിന് വേണ്ടി 7 കിരീടങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനാണ്. അത്തരത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള സാവി ഹെർണാണ്ടസിനെ പരിശീലകനാക്കാനുള്ള അവസരമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എന്തായാലും കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 3 പേരുടെ ഒരു ചുരുക്കപ്പട്ടിക എന്തായാലും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ 10 ദിവസത്തിനുള്ളിൽ ഒരു പേരിലേക്ക് എത്തും എന്നാണ് കല്യാൺ ചൗബെ, അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അധ്യക്ഷനായ കല്യാൺ ചൗബെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഇതിഹാസ താരത്തെ പരിശീലകനാക്കാനുള്ള അവസരം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏറെക്കാലമായി ഇന്ത്യ ഫുട്ബോൾ ലോകത്തിലാകെ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം തുടർച്ചയായി തോൽവികൾ നേരിടുന്നു എന്നത് മാത്രമല്ല, അന്താരാഷ്ട്ര മത്സരങ്ങളിലൊക്കെ തന്നെ തോൽവികൾ നേരിടുമ്പോഴും ഫിഫ റാങ്കിങ്ങിൽ വലിയ തിരിച്ചടി വീണ്ടും ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. 133-ാം റാങ്കിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ പോകുന്നത്. പല രാജ്യങ്ങളും, വളരെ ചെറിയ രാജ്യങ്ങൾ, ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ലോകകപ്പ് യോഗ്യത പോലും ഉറപ്പാക്കുമ്പോൾ ഇന്ത്യക്ക് ഇത്ര കാലമായും ഒരു ലോകകപ്പ് പോലും കളിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനുള്ള അവസരങ്ങളിലേക്ക് പോകാൻ കൂടുതൽ മികച്ച പരിശീലകരെ എത്തിക്കേണ്ടതിന് പകരം ഇപ്പോഴും കിട്ടിയ അവസരം പോലും ഉപയോഗിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം നിരാശപ്പെടുത്തുന്നതാണ്. സ്വാതി.